തറേന്റെ കാര്യങ്ങളൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് കൊണ്ട് ചൂട്ടൻ അതിൽ മതി മറന്ന് നിൽക്കല അല്ലേ ചൂട്ടാ? വേറെയും കുറെ സംഭവങ്ങളെല്ലാം നടന്ന് എനിക്ക് പണ്ടേ ഈ തറക്കളിയോട് ഭയങ്കര ഇഷ്ടമല്ലേ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പരിപാടി തറയാ. അങ്ങനെ നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി. ഇവിടെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അന്നത്തെ കുറ്റിയടിക്ക് ശേഷം വീടിൻ്റെ പരിപാടി എന്തായി, എങ്ങനെയായി, ഏട്ടൻ വരെ എത്തി, എങ്ങനെയായി, ഏട്ടൻ പോയ കാര്യമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ അതിന് ശേഷം ഇട്ടില്ല. കുറേ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഏകദേശം തറേൻ്റെ കാര്യങ്ങളൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പിൽ ബെൽറ്റ് വാർത്ത് ഇനി അതിൻ്റെ മുകളിൽ കല്ല് വെക്കാനുള്ള പരിപാടി നാളെ മുതൽ തുടങ്ങാൻ. നാളെ എന്നാ തുടങ്ങണ്ടേ? എന്തെങ്കിലും തുടങ്ങാം അല്ല നമുക്ക്. എന്താണ് പണി എടുക്കുന്നേ? ഈ തറക്ക് വെള്ളം നനച്ചില്ല, പോയി വെള്ളം നനച്ചാട്ടെ. എനിക്ക് പണ്ടേ ഈ തറക്കളിയോട് ഭയങ്കര ഇഷ്ടമല്ലേ. എന്നിട്ട് എങ്ങനെ എടാ എന്റെ മോളെ ഭയങ്കര തന്നെ കേട്ടാ. വെള്ളം നനക്കാനുണ്ട്. ഡെയിലി രാവിലെയും വൈകുന്നേരം നടക്കാൻ പറഞ്ഞു. ഇന്നും കൂടി നടക്കണം. എല്ലാ ദിവസവും ഞാനിങ്ങനെ രാവിലെ, ഉച്ചക്ക്, രാത്രി ഒന്ന് മോട്ടർ ഇടാരെങ്കിലും. അടിപൊളി. കയറി നീ ഇത് കണ്ടാ മണ്ണ് കണ്ടാ? അതല്ലാതെ നിന്റെ ട്രൗസറിലാവാം. അതും വെള്ള ബനിയൻ ഇട്ടിട്ട് വന്നിട്ട് കയറി ഇരുന്നിന്. അന്നു മാറിക്കോ, ഓടിക്കോ, ഇല്ല നിന്നെ വെക്കോളേക്കോ. അവിടെ കുത്തിരിക്കുന്നേ കറക്റ്റ് കക്കൂസിന് പോയിട്ട് വെള്ളം നനച്ച് അങ്ങനെ എല്ലാ ദിവസവും 2 നേരം വെള്ളം നനക്കണം. അങ്ങനെ വെള്ളം നനച്ച് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഫോൺ കൊടുത്ത് നടക്കാല്ലാണ്ട് വെള്ളം നനക്കുവോ എന്തൊക്കെ ഒരു പരിപാടി ചെയ്യുക ഒന്നുമില്ല അല്ലേ. അപ്പൊ നമ്മുടെ ഇത് മാത്രല്ല, ഡയലോഗ് ഇടക്ക് വേറെയും കുറെ സംഭവങ്ങളെല്ലാം നടന്ന്. പിന്നെ ഏട്ടൻ ലീവും കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. അതിനെപ്പറ്റി നമ്മള് വ്ളോഗൊന്നും ഇട്ടിട്ടില്ല. അന്നത്തെ റീൽസ് കണ്ടാൽ മനസ്സിലാവും. എന്നാലും വ്ളോഗായിട്ട് നമ്മളൊന്നും ചെയ്തില്ല. കുറെ ആൾ ചോദിക്കുകയും ചെയ്തില്ല, അതൊന്നും പറയാണ്ട് പോയാൽ എങ്ങനെയാണ്. അതിന് ശേഷം ഒരു വീഡിയോ ഒന്നും നമ്മള് അതിനുശേഷം വ്ളോഗൊന്നും ഇട്ടിട്ടില്ല. അന്ന് ഏട്ടൻ പോകുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് ഏകദേശം അവനെ കൊണ്ടാക്കേണ്ട ടൈമിനാണ് ഞാനിവിടെ വന്നത്. പുലർച്ച ഒരു 3 മണി ടൈമിനെല്ലാം പോയാൽ ഏകദേശം ഞാൻ ആ സമയത്താണ് വീട് എത്തിയിട്ട് വന്ന് കൊണ്ടാക്കി. അങ്ങനെയല്ലേലും പെട്ടെന്ന് എടുപിടി എന്നുള്ളൊരു പോക്കായി പോയി. അവിടെ തന്നെ എനിക്ക് വേറെ വീഡിയോ ആക്കലോ വ്ളോഗ് ആക്കലോ ഒന്നും പരിപാടി ഒന്നും അന്ന് നടന്നിട്ടില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോ ഇല്ലേ, അതൊന്നും ഇപ്രാവശ്യം ചെയ്തില്ല. ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം എന്തോ ഇവരാക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് അതിന്റെ അതും കൂടി ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ അല്ലേ. അല്ല ട്രെൻഡിങ് ബന്നെല്ലാം എടുത്തു വെച്ചിനി. ബന്ന നിങ്ങളെ ട്രെൻഡിങ് ബട്ടറും ബന്നും ചായ. ഇതാ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ചായയും ബന്നും. ഇതെല്ലാവർക്കും അറിയുന്നത് നമ്മളിതുരാക്കിട്ട് നിങ്ങൾ വരുന്നവരെ കാത്തുന്നല്ലേ. ഒരാൾ ഇവിടെ കണ്ടിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് എന്റെ മോയെ. വായും പൊളിച്ച് നോക്കുന്നു. ഒരാളുടെ മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? 1 2 3 4 5 6. തുടക്കം മുതല് ചിലപ്പോ ഫസ്റ്റത്തെ 1 മിനിറ്റ് കാണുമ്പോൾ തന്നെ കമന്റ് ഇടും അമ്മ എവിടെയെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പിന്നെ വേറെ നമ്മളെ അങ്ങ് പുന്നാട് ഉള്ളത് കേട്ടോ. പുന്നാട് നമ്മളെ തറവാട് അവിടെ പോയിട്ടാണ് ഉള്ളത്. കാരണം ഇന്ന് ഇപ്പൊ നിങ്ങളെ കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങെല്ലാം കഴിഞ്ഞ് അമ്മമാരുടെ വീട്ടിലേക്ക് പോയിട്ടാണല്ലേ. അപ്പൊ നമ്മൾ രാത്രി വന്ന് അങ്ങോട്ട് പോയിട്ട് കൂട്ടിട്ട് വരാനാണ് വിചാരിക്കുന്നത്. പക്ഷേ പോവാ ഇതെല്ലാം ആക്കിയിട്ട് പോവാണ് വിചാരിക്കുന്നത്. എന്താ ആക്കുന്നതെന്ന് ആദ്യം കാണട്ടെ. അവിടെ വെക്കല്ലേ. മിൽക്ക് മെയ്ഡാ മിൽക്ക് മെയ്ഡും മധുരധികം വേണല്ലേ. എന്താ ചൂട്ടാ
വേറെ കൂടുതലെല്ലാം എടുത്ത് സ്പെഷ്യൽ ഇറാനി ചായ മസാല ചായ എന്താ ഇറാനി ചായ ഇറാനി ചായ ഇറാനി ചായ നിങ്ങൾ ഇറാനി പോയിനാ ഇറാനി പോയ പോലെ നമ്മുടെ ചായ കിട്ടുന്നു ബട്ടർ ബന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല മസ്കാബണ് മസ്കയാ മസ്കാ ബന്ന് ഇറാനി ചായ. ആ ദോച്ചോട്ട് പോയി നോക്കിട്ട് വാ എന്നത് ആരാ? ഇറാനി ചായ പതച്ചു പൊങ്ങുകയാണ്. എന്റെ അപ്പോ ഞാൻ അടുത്ത് കുടിക്കുന്നൊന്നുമില്ല. അതിനുള്ളിൽ പരട്ടുക. എന്ത് ഇതാ അത്രയുള്ള പരിപാടി? ഇതാ നിന്റെ സ്പെഷ്യൽ. എന്റെ അല്ല, ഇത് ഒരാള് കൊണ്ടുവന്ന സംഭവല്ലേ. എന്നിട്ട് തിന്നുവാ വെറുതെ ചുറ്റും ഇങ്ങനെ ആക്കുക. ചുറ്റുവാ. ഇതാണ് സ്പെഷ്യൽ ഐറ്റം. ഇതിനെന്താ പേര് പറഞ്ഞ? മസ്കറ്റാ? മസ്കാബൺ. നിങ്ങള് റീൽ കാണില്ല? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇൻസ്റ്റ ഉപയോഗിക്കുന്ന എല്ലാരും കണ്ടിട്ടുള്ള സാധനമാണ് ഇത്. സോറി, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റ ഉപയോഗിക്കില്ല. ഇതിന്റെ കൂടെ ചായ നിർബന്ധ കോമ്പിനേഷൻ. അത് ഇറാനി ചായ വിത്ത് മസ്കാബൺ. ടേസ്റ്റ് കൊണ്ട് ചൂട്ടിന് അതിൽ മതി മറന്ന് നിക്കല്ല അല്ലേ ചൂട്ടാ? സൂപ്പറാ സൂപ്പറാ. നമ്മുടെ സ്പെഷ്യൽ, അതായത് നിങ്ങൾക്ക് ഒരു പുതിയൊരു അറിവാണ്. ഇൻസ്റ്റ കണ്ടവർക്ക് ഇത് പുതിയ അറിവല്ലാന്ന് അവർ പറയുന്നത്. മസ്കാബൻ വിത്ത് ഇറാനി ചായ, അതാണ് ഇന്നത്തെ കോമ്പിനേഷൻ. മുക്കി ഇത് മുങ്ങണ്ടേ? തിന്നോട്ടെ. അടിപൊളി കേട്ടോ, നല്ല പ്രത്യേകം ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടെ. നല്ല സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് ബന്ന് മുറുക്കുക. അതിനകത്തേക്ക് ബട്ടറും മിൽക്ക് മെയ്ഡും മിക്സ് ചെയ്യുക. അതിനുള്ള പെട്ട ഇറാനി ചായ ആക്കണം, അതാണ് സ്പെഷ്യൽ കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു കാര്യം എന്തായാലും നമ്മളിന്ന് കാണിച്ചു തന്നിട്ടുണ്ട്, മസ്കാ ബൺ വിത്ത് ഇറാനി ചായ. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ വീടിന്റെ പരിപാടി അതിൽ ഞാൻ ഓരോരോ ഘട്ടമായിട്ട് ഇനി എന്തായാലും ഓരോ വീഡിയോ ഇട്ട് നിർത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. അമ്മേന്റെ ചിരി അതിനകത്ത് അഭിനയിച്ചില്ല നമുക്ക് അല്ല വേറെ ഒന്നും കൊണ്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.